29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പ്രധാന ആകർഷണമായി മാറിക്കഴിഞ്ഞു സിനിമ ആൽക്കമി. റാസി മുഹമ്മദ്, ടി.കെ. രാജീവ് കുമാർ എന്നിവരുടെ സംയുക്ത പ്രയത്നം കാഴ്ചക്കാർക്ക് മികച്ച ദൃശ്യാനുഭവം സമ്മാനിച്ചു. നമ്മെ ചിന്തിപ്പിക്കുന്ന ചിത്രങ്ങളുടെ മാസ്റ്റേഴ്സ് എന്ന വിളിപ്പേരുള്ള സൃഷ്ടാക്കൾ അവരുടെ മികച്ച ചിത്രങ്ങളിലെ ബിംബങ്ങൾ മനോഹരമാം വിധം കോർത്തിണക്കിയ ഒരു ചിത്ര പ്രദർശനമാണ് സിനിമ ആൽക്കമി. സിനിമ ആൽക്കമി എന്നുള്ള എക്സിബിഷൻ ആക്ച്വലി ഞാനും റാസിയും ഒരു എക്സിബിഷന് വേണ്ടി ആലോചിച്ചൊരു കോൺസെപ്റ്റ് അല്ല, മറിച്ച് ഞാനും റാസിയും വളരെ അടുത്ത് സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് സിനിമയും മറ്റ് അനേകം ഇവൻറ്റുകളും ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ഈ യാത്രക്കിടയിൽ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ രണ്ടുപേരും സിനിമയിലേക്ക് വരാൻ ഒരുപക്ഷെ ഒരു കാരണമായി നിൽക്കുന്ന ഇത്തരം മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ പണ്ടുകാലം മുതൽ ഫെസ്റ്റിവലിൽ കാണുക എന്നുള്ളതുകൊണ്ടായിരിക്കണം ഞാൻ റാസിയൊക്കെ സിനിമയിലേക്കുള്ളൊരു പാഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിൽ പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഈ മാസ്റ്റേഴ്സിൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ സിനിമകളിലേക്കൊരു റീവിസിറ്റ് നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ ഈ ചർച്ചയിൽ മാസ്റ്റേഴ്സിൻ്റെ സിനിമകളിലെ ഇമേജറി, ഓരോ ഇമേജറിയാണ് നമ്മളെപ്പോഴും ആ ഇമേജസാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നതും. അങ്ങനെ ആ സ്ട്രൈക്കിംഗ് ഇമേജസിൻ്റെ പുറത്താണ് നമ്മൾ ഈ മാസ്റ്റേഴ്സിൻ്റെ പല സിനിമകൾ റിക്കളക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു പ്രത്യേകതയുള്ളൊരു സംഗതി അതാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇമേജറികൾ വെച്ചിട്ട് ഒരു മാസ്റ്റർ ഫിലിം മേക്കറെ ഡെപ്പിക്റ്റ് ചെയ്യാമല്ലോ. ഒരു എക്സാമ്പിൾ, ഒരു കുറോസോവ എടുത്തു കഴിഞ്ഞാൽ കുറോസോവയുടെ മറ്റ് ഓരോ പടങ്ങളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമേജറികളെ എൻസംബിൾ ചെയ്താൽ കുറോസോവയുടെ ചിത്രങ്ങളെ മൊത്തം ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് അങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 8 കൊല്ലം മുമ്പാണ് കുറോസോവയുടെ ചിത്രം ആദ്യമായിട്ട് റാസി നമ്മുടെ കുറേ നാളത്തെ ഡിസ്കഷന് ശേഷം വരയ്ക്കുന്നത്. അപ്പോൾ ആ വര ആണ് നമ്മളെ പ്രൊവോക്കേഷൻ. ആക്ച്വലി ഇതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്നും ഇത് ഡിജിറ്റൽ ആർട്ടിലാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണെന്നും, അങ്ങനെ ഈ മാസ്റ്റേഴ്സിൻ്റെ ഓരോ സിനിമകളിലേക്കുള്ള പിന്നെ ഒരു റീവിസിറ്റിംഗ്, ഞങ്ങളുടെ ഓർമ്മ കൂടാതെ വീണ്ടും ഒരു റീവിസിറ്റിംഗ് നടത്തുകയും അതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള ബിംബങ്ങൾ, ദൃശ്യങ്ങൾ, അതിൻ്റെ ഇമേജറികൾ സെലക്ട് ചെയ്യുന്നതായിരുന്നല്ലോ പിന്നീടുള്ളൊരു പ്രോസസ്സ്. അങ്ങനെ ഓരോ പെയിൻറ്റിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ് ആക്ച്വലി അതാത് മാസ്റ്റേഴ്സിൻ്റെ വിവിധ സിനിമകളിലെ സീനുകൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഫൈനലി എത്തിയ ഒരു കോൺസെപ്റ്റ്. ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് ഒരു പെയിൻറ്റിംഗ് ആണെങ്കിലും സത്യത്തിൽ മാസ്റ്റേഴ്സിൻ്റെ പല സീനുകളുടെ വിഷ്വലൈസേഷനാണ്. ഇതിലെ ഓരോ എലമെൻറ്റും അവരുടെ ഏതെങ്കിലും ഒരു സിനിമയുടെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രംഗത്തെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നാൾ വർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു പബ്ലിക്കിനൂടെ എൻഗേജിങ് ആയിരിക്കും, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ഞങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 9 മാസമായിട്ടാണ് ഞങ്ങളിത് കാര്യമായി റാസി വർക്ക് ചെയ്ത് തുടങ്ങിയത്. ഏതാണ്ട് ഒരു 35 ചിത്രങ്ങളായപ്പോൾ ഞാൻ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഫെസ്റ്റിവലിന് സാധ്യതയുണ്ടോ, അപ്പോൾ അവർക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ 3 മാസം കൊണ്ടാണ് ലാസ്റ്റ് 15 ചിത്രങ്ങളുടെ പൂർത്തിയാക്കിയത്. അപ്പോൾ ബേസിക്കലി എൻ്റെ കോൺസെപ്റ്റ് ഞങ്ങളെ സംബന്ധിച്ച് ഞാനും റാസിയും ഫിലിം മേക്കേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ ഒരു മാസ്റ്റേഴ്സിന് കൊടുക്കാവുന്നൊരു ട്രിബ്യൂട്ട്, ഞങ്ങൾ കണ്ട സിനിമകളുടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞങ്ങളെ പ്രൊവോക്ക് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള സീനുകളുടെ ബിംബങ്ങളെ, ആ ഇമേജറികളെ ആൾക്കാരിലേക്ക് വീണ്ടും ഒരു ഫ്രെയിമിലെത്തിക്കുക, ഒരു ക്യാൻവാസിലെത്തിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ആ ഒരു ഫിലിം മേക്കറോട് തോന്നുന്ന ആദരവ് അത് പ്രകടിപ്പിക്കാനൊരു അവസരം എന്നാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചൊരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുള്ളൊരു സ്പേസ് ഇതിന് ഐഡിയലാണ്. സിനിമ കണ്ട ആൾക്കാരുണ്ടാവും, സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത്. അതായത് എല്ലാ കാര്യത്തിനും അങ്ങനെയാണല്ലോ. ഒരു കഥകളി ആസ്വദിക്കണമെങ്കിൽ കഥകളിയുടെ ബേസിക് കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടാവും. ഒരു വളരെ മീഡിയോക്കറായിട്ട് ഇതൊരു വെറും ഫെസ്റ്റിവൽ കാർണിവലോ കാണുന്നവർക്ക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അങ്ങനെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്നവർക്ക് മാത്രമേ ഇത് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും അനലിറ്റിക്കലായിട്ട് തോന്നാനും സാധ്യതയുള്ളതെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ഇതൊരു വെറും കാർണിവൽ എക്സിബിറ്റ് അല്ല. നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ എഴുതി വയ്ക്കാത്തതിൻ്റെ കാര്യം അതങ്ങനെ കണ്ട് ബോധ്യപ്പെടുന്നതാണ് അതിൻ്റെ ഒരു രസം. അത് എത്രയോ പേരങ്ങനെ കണ്ട് എക്സൈറ്റഡ് ആവുന്നത് നമ്മൾ കണ്ടു. അടൂർ സാറിൻ്റെ അതിനകത്ത് ആ ചെറിയ തെങ്ങിൻ്റെ സാധനം, ആ സീൻ ഇതല്ലേ എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ ആണല്ലോ നമുക്ക് എക്സൈറ്റ്മെൻറ്റ്. ഇതങ്ങനെ കാണേണ്ടതാണെന്ന് തോന്നുന്നു എനിക്ക്, അല്ലാതെ പറഞ്ഞു കൊടുത്ത് കാണേണ്ട സംഗതിയല്ല. M5 ന്യൂസ്, തിരുവനന്തപുരം.